ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് 1.5 കോടി രൂപ വാങ്ങിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് എന്തൊരു വലിയ കാര്യം ചെയ്തതുപോലെ പറയുന്നുണ്ടെങ്കിൽ, അവൻ നമ്മുടെ നിയമ സംവിധാനത്തോട് നോക്കി തുപ്പുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ വേറെ ആയിരുന്നുമല്ല പറഞ്ഞത്, പൾസർ തുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ഒളി ക്യാമറ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് ഇവരെല്ലാവരും കൂടി ഷൂട്ട് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ചോറ് തിന്നുന്നവനറിയാം അത് ഒളി ക്യാമറയോ അല്ലെങ്കിൽ ഒരു ക്യാമറയല്ല, അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞുകൊണ്ട് പിടിച്ചത് തന്നെയാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ വിചാരണേൻ്റെ അന്തിമഘട്ടത്തിലാണ്, വിധി വരാൻ ഇനി കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ചും കൂടി നീട്ടിവെക്കണമെന്ന് മറ്റും പോയി പറയല്ലോ. അതായത് ദിലീപണ്ണൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയ വീരവാദം മുഴക്കുകയാണ്. അതായത് 1.5 കോടി രൂപയാണ് ഞാൻ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ആ നടിയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം എന്തൊരു മനുഷ്യന്മാരാണ് നമ്മൾ. അതായത് ഒരുത്തം വന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഒരു അപരാധിമോൻ വന്നിട്ട് ഇത് പറയുമ്പോഴേ അവൻ അതാണെങ്കിൽ കോട്ടും സൂട്ടും ഇട്ട് മൊബൈലും കയ്യിൽ പിടിച്ചിട്ട്, അതായത് 10,000 രൂപ വില വരുന്ന മൊബൈൽ അവൻ എത്ര വർഷമായി അവന് ജോലിയില്ലാത്തത്, അവൻ ഈടുന്നായി പൈസയൊക്കെ ഉണ്ടാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ സ്വത്ത് വരെ കണ്ടു കിട്ടുമല്ലേ വേണ്ടത്. അവൻ്റെ സ്വത്ത് കണ്ടു കിട്ടണം, അതുപോലെ അവനുണ്ടായ എല്ലാ ബാങ്ക് ബാലൻസും കണ്ടു കിട്ടണം. പിന്നെന്ന് പറഞ്ഞാൽ അവൻ ആരെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് വരെ കണ്ടു കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള നമ്മുടെ സഹോദരിമാർക്ക് എന്ത് നീതിയാണ് കിട്ടുക? അതായത് ഇതുപോലെയുള്ള ഒരുത്തൻ പൈസക്ക് വേണ്ടിയിട്ട് അവൻ എന്നിട്ട് പറയുകയാണ് 5ഓളം നടിമാരെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയൊക്കെ തെളിവുണ്ടായിട്ടും അവനെ പിടിച്ചിട്ട് ഉള്ളിലിടാൻ ഒരാൾ പോലും ഇല്ലടേ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു എൻകൗണ്ടർ, അതായത് രക്ഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയിട്ട് ഓർഡറാന്ന് പറയണം. അല്ലെങ്കിൽ അപരാധി മോനെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ നമ്മുടെ കേരളത്തിന്, അല്ല ഇന്ത്യക്കുണ്ടോ? അതായത് ഒരു സ്ത്രീയെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ പൈസക്ക് വേണ്ടിയിട്ട് ഇവൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഇവ ചാനലിൽ കിടന്ന് വിളമ്പുകയാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും ചാനൽ ഊളകൾ വേറെയും നടന്ന്. അതായത് യുവന്മാർ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒളി ക്യാമറ എന്ന് പറഞ്ഞെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചത്. ഏതായാലും ഈ അരുണിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളൊരു അധ്യാപകനല്ലേ, ഒന്നുമില്ലെങ്കിൽ അല്ല ഒരു അധ്യാപകനല്ലേ. ഞാനാണ് അവൻ്റെ മുമ്പിൽ ഒളി ക്യാമറയും കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടുണ്ടാവുമായിരുന്നു. അത്രമാത്രം തെണ്ടിത്തരല്ലേ ഇവൻ പറയുന്നതാണെന്ന്. എന്താ ഇവൻ പറയുന്നത്? അതായത് ഒരു അറ്റ്ലീസ്റ്റ് ആ ഒരു സ്ത്രീ കേൾക്കുമ്പോഴേ, ഇതിനിരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീ കേൾക്കുമ്പോൾ അവരുടെ വിഷമം എന്തായിരിക്കും? ഇവനൊക്കെ ഇത് ചാനൽ തോറും വിളിച്ചു പറയുന്നത് അവർ കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരുത്തൻ യാതൊരു കൂസലോ ഭയമോ ഒരാളെ പോലും ഭയക്കാതെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതായിട്ടിരുന്നിട്ട് ബിരിയാണി അടിച്ചിട്ട്, ഇവന്മാർ മേടിച്ചു കൊടുത്ത ബിരിയാണിയും ചായയും അടിച്ചിട്ട്, അതുപോലെ തന്നെ കുറേ പൈസയും വാങ്ങിച്ചിട്ട് ഇവനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടം തന്നെയാണ് നമ്മളെ കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് തോന്നിപ്പോയി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. അവിടുന്ന് അമ്മാതിരി തോന്നിയവാസവും ചെറ്റത്തരമല്ല ഇവ പറയുന്നത്. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ പൊതുജനങ്ങളായ നമ്മളെപ്പോലെയുള്ള കഴുതകളും ആരുടെ ഇവനെയൊക്കെ തുറന്നു വിട്ടിരിക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാലും കയ്യും തല്ലി ഓടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇടുവാൻ വേണ്ടത്. അതായത് ഇനിയുള്ള കാലത്ത് ഇവൻ എന്ന് പറഞ്ഞാൽ എഴഞ്ഞ് ജീവിക്കുമല്ലോ വേണ്ടത്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണെങ്കിൽ ഇമാതിരി തോന്നിവാസം നടക്കുമോ? അതായത് ഇവൻ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ 5ഓളം പേരെ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതൊക്കെ കേസ് എവിടെ? അതിൻ്റെ ആൾക്കാരൊന്നും വിളിച്ച് പറയില്ല എന്നാണ് ഇവൻ പറയുന്നത്. അതായത് ഒരാൾ പോലും ഇതും തന്നെ അങ്ങനെയായിരുന്നു. ഇതെന്ന് പറയുന്നത് ആ PT തോമസ് എന്ന് പറയുന്ന ഒരു MLA ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ കേസും കാര്യങ്ങളൊക്കെ ആയത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ മറ്റവനാണ് ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് അതൊന്നും ഒതുക്കി തീർത്തേനെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറിയ കുറേ സിനിമാക്കാരുണ്ട്. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. അതായത് ഇമാതിരി കോപ്രായം തോന്നിവാസവും കാണിച്ചിട്ടും അതിൻ്റെ അകത്തൊന്നും ഇടപെടാതെ, അതായത് വെറും സുഖവും പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാൻസും പാട്ടുമായിട്ട് അങ്ങ് നടന്നാൽ മതി. അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും തന്നെ ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ ജയിലിലിടണം. ഒരു വിചാരണ ഒരു കാര്യവും വേണ്ട. ഇവൻ തന്നെ എല്ലാം സമ്മതിക്കുന്നുണ്ട്. പിടിച്ചു കൊണ്ടുപോയ കാര്യങ്ങൾ ജയിലിടുവല്ല വേണ്ടത്. പൊതുജനങ്ങളുടെ പണത്തോണ്ട് ഇനിയും ഇവനെ തീറ്റി പോറ്റരുത്. ഇവന് വധശിക്ഷ കൊടുക്കുക, അതാണ് വേണ്ടത്. ഒന്നുകിൽ ഇവന് വധശിക്ഷ കൊടുക്കുക, ഇല്ലെങ്കിലെന്ന് പറയുന്നത് ഇവന് ദയാവധം കൊടുക്കുക. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നാളെ ഇവനും ഇവൻ്റെ കൂട്ടാളികളും ചേർന്നിട്ട് ഇതിലും വലുത് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവർക്കാർക്കും ഭയമില്ല. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പൈസയുണ്ട്, ഇവർക്ക് ഇതുപോലെ ഇറങ്ങി നടക്കാം. ഇവരെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് കുറേ ചാനലുകാരുണ്ട്, അതുപോലെ തന്നെ കുറേ ഊളകളുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഈ ചാനലുകാർക്ക് വല്ല വിവരവും വേണ്ടായിരുന്നു.
ഇവൻ്റെയൊക്കെ വാക്ക് ആർക്ക് കേൾക്കണം? നിങ്ങൾക്ക് കേൾക്കണം. ഇവൻ്റെ ഈ വാക്ക് ഇവൻ തുറന്ന് പറയും. ഇവന് എന്ത് തുറന്നിട്ട് അവൻ പറയുന്നത്? ഇവൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബില്ല് ആളെ വരുമ്പോൾ എനിക്ക് 80 ലക്ഷം കൂടി എനിക്ക് കിട്ടാനുണ്ട്, ഒരു 70 ലക്ഷം എനിക്കിപ്പോഴും കിട്ടിയത് എന്ന്. ഞാൻ അതാ പറയുന്നത്, ഇവൻ്റെ വീടും പറമ്പും ഇവൻ്റെ തള്ളേനെ അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടില്ലേ, ആ വീടും പറമ്പും മുഴുവൻ ജപ്തി ചെയ്യണം അവിടുന്ന്. എല്ലാവരും പറയുന്നേരം തള്ള എന്ത് പഴിച്ചു, നീ തള്ളയാണ് ആദ്യം ഇവന് വേണ്ടിയിട്ട് വന്നത്, എൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവനാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള ഒരു വിഷജന്തുവിനെ പെറ്റ് വളർത്തിയതിന് ആ തള്ളയെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയെന്ന് വേണ്ടത്. അതാണ് വേണ്ടത്. ഇവൻ്റെ നാട്ടുകാരോട് എനിക്ക് പുച്ഛമാണ് നിന്നത്. ഇവൻ എവിടെയും താമസിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇവനെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ നിങ്ങളൊക്കെ ചുമന്ന് നടക്കുന്നുണ്ടല്ലോ, കഷ്ടം തന്നെ. ഇത് കേട്ടപ്പോഴിന്നലെ ശരിക്കും നമ്മുടെ ചൊറിച്ചിലാണ് നമുക്ക് വന്നത് നല്ല രീതിയിൽ. ഇന്നലെ കൊണ്ട് ആ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, അരുൺ കുമാർ എന്ന് പറയുന്ന ആ മനുഷ്യനോട് അയാളോടുള്ള സകല ബഹുമാനവും പോയി എന്നുള്ളതാണ്. അത്രമാത്രം മോശമായ ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ എനിക്ക് സുജാ കാർത്തിക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കെങ്കിലും കുറച്ച് വിവരമില്ലേ? അല്ല, എല്ലാ കാര്യത്തിലും ഇടപെട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയല്ലേ. പൈസ വേണം, സാലറി വേണം, അതുപോലെ റേറ്റിംഗ് വേണം എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിവാസം ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടുകാരെ വരെ ഓടിക്കണം, അങ്ങനത്തെ ഒരു പെരട്ടിയാണ് ഇവൻ നടന്ന്. അത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഒരു കൂസലും ഇല്ലാതെയാണ് ഇവൻ തുറന്നു പറയുന്നത്. ഇവൻ്റെ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം ചെയ്തിട്ട് ഒരു വലിയൊരു ക്രിമിനൽ വന്നിട്ട് യാതൊരു ഇതുമില്ലാതെ, ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സമരത്തിൽ പങ്കെടുത്ത പോലെ ഇങ്ങനെ അങ്ങ് ഇരുന്നിട്ടില്ലേ, ആ മൊബൈലൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇവൻ്റെ വർത്താനം കേട്ടാൽ നമ്മളെന്താ കരുതാൻ അറിയാം, ഇവനെന്തോ ഒരു വീര സാഹസികം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. എടോ, അറ്റ്ലീസ്റ്റ് ഈ വാർത്ത പുറത്തു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ശമ്പളം മേടിക്കേണ്ട പൈസ കിട്ടുന്നത് നമുക്കറിയാം. അതായത് ഇതൊരു വലിയ വാർത്തയാണ്, ഞങ്ങൾ ഇതുപോലെ സുനിയുടെ എല്ലാം ചെകഞ്ഞെടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ആ എരേനെ പറ്റിയിട്ടോ അവരുടെ വീട്ടുകാരെ പറ്റിയിട്ടോ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർ, അതിൻ്റെ അമ്മ, അതുപോലെ തന്നെ അതിൻ്റെ ബന്ധുക്കൾ, ഇവൻ ഇമാതിരി തോന്നിയവാസം ചെറ്റത്തരോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിളിച്ചു പറയുമ്പോഴേ ഇവൻ എന്താണ് ഇനി പറയാനുള്ളത്? ഇനി എങ്ങനെ ചെയ്തു, ഏതുപോലെ ചെയ്തു, അതല്ലേ ഇനി പറയാനുള്ളത്. ബാക്കിയെല്ലാം ഇവ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇവൻ ഇനി അതും കൂടി പറയുന്ന ഒന്ന് വിടാറുന്നു. അതായത് എങ്ങനെയാ മോനെ നീ ചെയ്തത്, ഈ വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയായിരുന്നു സംഭവം, അതൊന്ന് വിവരിക്കാമോ? ഒന്ന് വിവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താണ് കൊച്ചു പുസ്തകമില്ലേ, മറ്റേ എന്നാ പറയേണ്ടതിന് എന്തോ ഒരു പുസ്തകമില്ലേ, ആ പുസ്തകത്തിൽ ഇതുപോലെ ചെയ്യായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനെ വായിച്ച് നോക്കാമായിരുന്നു. ഒരു പൈങ്കിളി ടൈപ്പിൽ കൊണ്ടുപോയിക്കൂടെ? വേണമെങ്കിൽ ആരെങ്കിലും വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യേ, ഇവനെ തന്നെ നായകനായിട്ട് വിളിച്ചോ. അതാ നല്ലത്. ഇതിലും നല്ലത് നിങ്ങൾക്കെല്ലാം വല്ല തക്കി തിന്നാൻ പോകുന്നതല്ലേ. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മാനേഴ്സ്, ഒരു നാണവമാനവും ഇല്ലാത്ത ടീമായി പോയാലും ഈ ചാനലുകാർ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇനി വിളിക്കാൻ പറയാലും ശരി, തെളിക്കാൻ പറയാലും ശരി, എന്ത് കുളത്തിലായാലും ശരി, ഇത് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വലിയ എന്താ പറയുക എംബോക്കികളെന്നേ പറയാനുള്ളൂ. അല്ലാതെ വേറൊരു വാക്ക് നിങ്ങൾക്കില്ല. കാരണം അവൻ ചെയ്ത് അവൻ മാനഭംഗപ്പെടുത്തിയത്, അവൻ ചെയ്തത്, ആ വണ്ടി അടിച്ചിട്ട് അതിനുള്ളിൽ ചെയ്തത് മുഴുവൻ അവൻ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് കൂടി വിടും. എന്നിട്ട് മറ്റേ മുത്തിച്ചിപ്പില്ല, അതുപോലെ ഒരു കഥയുണ്ടാക്കി, ആ കഥയുണ്ടാക്കി ഒരു പ്രതി ചെയ്തത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു എഡിറ്റ് കൂടി കൊടുക്കും. വളരെ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിയവാസം കളിക്കുന്ന ഒരു ചാനൽ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഇതിന് ഒരു ലൈക്ക് എനിക്ക് തരണം, അതുപോലെ തന്നെ ഒരു കമൻറ്റും എനിക്ക് തരണം. അത് മാത്രം പോരാ, ഇത് ഷെയർ ചെയ്യുകയും വേണം. കാരണം ഇത് ഓരോന്നെന്ന് പറഞ്ഞാൽ യുവമാർക്ക് കിട്ടുന്ന ഒരു അടിയായിക്കോട്ടെ. നന്ദി, നമസ്കാരം.